നോക്ക് കേട്ടോ, ഇതിനായിട്ട് ഒരു കൊല വെട്ടിയിട്ട് ഇതൊന്നല്ല കേട്ടോ, കുതുകുടൂന്നുണ്ട്. ആ അച്ഛേ ഒന്ന് കുലുക്കച്ചേ. ആ ഇന്നേട്ടാ ഒന്ന് കുലുക്ക്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കമ്പ് വെട്ടിയതാണ്. അപ്പോൾ കമ്പ് വെട്ടിയത് ഈ പ്രാവശ്യം കമ്പ് വെട്ടിയാൽ അതിൽ അടുത്ത കൊല്ലത്തേക്ക് കായ ഉണ്ടാവില്ല. അത് കാരണം ഇതിനായിട്ടിങ്ങനെ കത്തിയും കൊണ്ട് വെട്ടി വെട്ടി കുലുക്കിയിട്ട് താഴേക്ക് ചാടിക്കാം. ഭംഗിയാലേ, നല്ലതാണ് നെല്ലിക്ക. അധികം കഴിക്കാൻ പാടില്ല, ഒരു 5 എണ്ണം. ഇങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുട്ടായിരുന്നു ഇന്ന്. പുട്ടും പഴവും കഴിച്ച് നമ്മൾക്ക് ഇന്നലെ ഒരു 6000 റുപ്പീസിൻ്റെ കിട്ടിയില്ല അച്ഛാ നെല്ലിക്ക ഒരു മരത്തിൽ നിന്ന്. ഇതാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് അച്ഛാ ഈ മരം? ആണോ? ഓ 70 വർഷം ആയി ഇത് നമുക്ക് കായ തരുന്നു. 70 വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ തടി കുറവായിട്ട് തോന്നണ്ട കേട്ടോ. ഇന്നലെ 127 കിലോ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും 35 രൂപയ്ക്കാട്ടോ കൊടുത്തത്. പെറുക്കാൻ വന്നവർക്കൊക്കെ 2 കിലോ ഫ്രീ ആയിട്ട് വിനോദം കൊടുത്തു. കുറേ ആളുകൾ വന്ന് പെറുക്കി തന്നു. നടക്കുന്നുണ്ട് കണ്ടോ, അവിടെ ഒരു കൊമ്പ് വെട്ടി. 60 വർഷം പഴക്കമുണ്ട്. താഴത്ത് നെല്ലി അച്ഛേ. ഇത് രസമാണെന്നറിയോ ഇങ്ങനെയുള്ള ജീവിതം. ഞങ്ങളുടെ ഗ്രാമമേ ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. എല്ലാവരും നല്ല സ്കില്ലുള്ളവരാണ്. വയൽ കൃഷിയൊക്കെ ഇല്ലാത്തവർ കുറവാണ്. ഇങ്ങനെ ജോലിക്ക് പോകുന്ന ജോലിക്കാർ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ നെൽകൃഷി ചെയ്യാത്തേയുള്ളൂ. കാപ്പിയും കുരുമുളകും തെങ്ങും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും പഠിപ്പിക്കാനും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നിയ പ്രദേശം ഞങ്ങളുടെ ഗ്രാമമാണ്.